ഒപ്പം തന്നെ ഷാജഹാൻ ആലപ്പുഴയിൽ ചേരുകയാണ്. ഷാജി, ആലപ്പുഴയിലെ സാഹചര്യം എന്താണ്? മഴ പെയ്യുന്നുണ്ടോ? ഇന്ന് സ്ഥിതി എന്താണ്? മനു, ആലപ്പുഴയിലെ ഇടവിട്ടുള്ള മഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, ഇപ്പോഴും തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. പക്ഷേ ഇടയ്ക്ക് ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെ നേരിയ തോതിലുള്ള ചില മഴയും അല്ലെങ്കിൽ ശക്തമായ മഴ ഇടയ്ക്ക് പെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ രാത്രിയിൽ നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. തീരദേശ മേഖലയിൽ കടൽക്ഷോഭം അല്പം ശക്തമാണ്. അത് ഹരിപ്പാട് മണ്ഡലത്തിൻ്റെ തീരപ്രദേശത്താണ് കൂടുതലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കായംകുളം, ആലപ്പുഴ, അമ്പലപ്പുഴയൊക്കെ തന്നെ തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ കടലിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളൊക്കെ തന്നെ അപകട ഭീഷണിയാണ്. 2 വീടുകൾ കഴിഞ്ഞ ദിവസം കടലാക്രമണത്തിൽ തകർന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ ഏതാണ്ട് 7 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ തകഴി കുന്നുമേൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട് തകർന്ന് വീണ് വീട്ടിലുണ്ടായിരുന്ന 8 പേർക്ക്, 2 കുട്ടികളടക്കം 8 പേർക്ക് പരിക്കേറ്റുന്നു. ഇവരുടെ തന്നെ പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കല്ല, ഇവരൊക്കെ തന്നെ ചികിത്സയിലാണ്. ഇത്തരത്തിൽ ജില്ല മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊന്നും ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ കിഴക്കു നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ എത്തിയാൽ പോലും അത് കടലിലേക്ക് ഒഴുകി പോകുന്നതിനുള്ള സംവിധാനമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശക്തമായൊരു മഴയില്ല. അതിന് വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. പക്ഷേ കാര്യമായ രീതിയിലുള്ള മഴ നമുക്കിപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നില്ല. ശരി ഷാജഹാൻ.